Hello, welcome to Sense of School of Life Sciences. Kerala Police Forensic Science Laboratory ഓഫീസർ തസ്തികയിലേക്ക് ഈ വർഷം ഒക്ടോബർ ഡിസംബർ മാസത്തിൽ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോവുകയാണല്ലോ. സയന്റിഫിക് ഓഫീസർ ബയോളജി ഓഫ്ലൈൻ ക്രാഷ് കോഴ്സ് സെൻസോബിൽ ആരംഭിച്ചു കഴിഞ്ഞു. കോഴ്സ് മെറ്റീരിയൽസ് ഇതൊക്കെയാണ്. അതായത് സിമ്പിൾ ഇൻസ്റ്റന്റ് നോട്ട്സ്, പ്രാക്ടീസ് ടെസ്റ്റ്. Simple instant notes എന്ന് പറയുമ്പോൾ it includes comprehensive collection of study materials covering all the topics in the syllabus of our exam, including detailed descriptive notes and MCQs. Practice test, doubt clearance sessions, online classes. Online class ആകുമ്പോൾ ഇത് കൂടാതെ റെക്കോർഡഡ് ലെക്ചർ കൂടെ കാണും. ഓക്കെ, മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള സയന്റിഫിക് ഓഫീസർ തസ്തികയിലും സെൻസബിൾ സ്റ്റുഡൻസിന് ഉയർന്ന റാങ്കുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ സയന്റിഫിക് ഓഫീസർ ബയോളജി എക്സാമിന് 6ാം റാങ്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ ചേർന്ന് പഠിച്ചിരുന്ന ലിമ ലോറൻസിനാണ് ലഭിച്ചത്. നമ്മുടെ സിലബസ് വളരെ വാസ്റ്റാണ്. സുവോളജി, ബോട്ടണി, ഡീറ്റെയിൽഡ് PG ലെവൽ സിലബസ് ആണ് കൊടുത്തിട്ടുള്ളത്. സെൻസോബിന്റെ സിമ്പിൾ ഇൻസ്റ്റന്റ് നോട്ട്സിൽ +2 മുതൽ PG വരെയുള്ള എല്ലാ കാര്യങ്ങളും സിലബസ് ബേസ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓഫ്ലൈൻ ക്രാഷ് കോഴ്സിലും അതുപോലെ ഓൺലൈൻ ക്ലാസ്സിലും ഇതുവരെ ചേരാത്തവർ എത്രയും നേരത്തെ ചേർന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്കിനി സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ അതിന്റെ സെക്കൻഡ് പാർട്ടിൽ പ്രത്യേകിച്ച് വൈറ്റ് മാറ്റർ ഓഫ് സെറിബ്രം എന്ന പോർഷൻ അതിൽ വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ നമുക്ക് പഠിച്ചു നോക്കാം. ഈ ക്ലാസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വൈറ്റ് മാറ്റർ ഓഫ് സെറിബ്രത്തെ കുറിച്ചാണ്. എന്നാലും സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ പാർട്ട് ഫസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഏതാണെന്ന് ഞാൻ ഓടിച്ച് ചില കാര്യങ്ങൾ പറയാം. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോർഡ്. ബോത്ത് ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോർഡ് കവേർഡ് ബൈ പ്രൊട്ടക്റ്റീവ് മെമ്പറൈൻസ്, എന്തെല്ലാം മെനിഞ്ചസ് അല്ലേ. ദീസ് ആർ കോൾഡ് പയാമീറ്റർ, ആർക്കനോയിഡ് മാറ്റർ, ഡുറാമീറ്റർ. ഇതിൽ ഇന്നർ മോസ്റ്റ് ലെയർ പയാമീറ്റർ, അതുപോലെ മിഡിൽ ലെയർ ഏതാണെന്ന് ഔട്ടർ മോസ്റ്റ് ഒക്കെ ചോദിക്കാം എക്സാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല, പാർട്ട് 1 വീഡിയോ കാണുക. ബ്രെയിനിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക. ഇന്നെടുക്കുന്ന പോർഷൻസ് എടുക്കുമ്പോഴും ഇതെല്ലാം ഒന്ന് ഓർമ്മിക്കുക. അതിനുവേണ്ടി ഓടിച്ച് പറയും. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ, ഇങ്ങനെ 3 പാർട്ടാണല്ലോ ഉള്ളത്. ഫോർ ബ്രെയിൻ്റെ പേര് പ്രോസെൻസെഫലോൺ, മിഡ് ബ്രെയിൻ മീസെൻസെഫലോൺ, ഹൈൻഡ് ബ്രെയിൻ കോമ്പൻസെഫലോൺ. ഫോർ ബ്രെയിനിൽ എന്തെല്ലാം ഉണ്ട്? സെറിബ്രവും ഡൈൻസെഫലോണും അല്ലെങ്കിൽ തലാമസും ഹൈപ്പോതലാമസും ഉണ്ടെന്ന് നമുക്കറിയാം. അത് പേര് സെറിബ്രത്തസ് പീലൻസെഫലോൺ. അത് തലാമസും ഹൈപ്പോതലാമസും കൂടെ ചേർന്നാണല്ലോ ഡൈൻസെഫലോൺ. അതുപോലെ മിഡ് ബ്രെയിൻ, അതിൽ കോർപ്പോറ കോഡ്രിജമിന്, ക്രൂറ സെർബൽ, ഇത് രണ്ടും കൂടെ ചേർന്നാണല്ലോ മിഡ് ബ്രെയിൻ. ഹൈൻഡ് ബ്രെയിൻ റോംബൻസെഫലോൺ, അതിൽ പോൺസ്, മെഡുല്ല ഒബ്ലോങ്കട്ട, സെർബെല്ല. ഇതിൽ ബ്രെയിൻ സ്റ്റെം എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാക്കിയിരിക്കണം. ചിലപ്പോൾ ചോദിക്കാം. പോൺസും മെഡുല്ലയും ദെൻ മിഡ് ബ്രെയിനും കൂടെ ചേർന്ന്, അതായത് ബ്രെയിൻ സ്റ്റെം, മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മെഡുല്ല ഒബ്ലോങ്കട്ട കോൺസ്റ്റിറ്റ്യൂട്ട് ബ്രെയിൻ സ്റ്റെം അപ്പോൺ വിച്ച് റെസ്റ്റ് ദ സെറിബ്രം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊന്നും കൂടെ ഞാൻ പറയാം. അതായത് ചില കാര്യങ്ങളൂടെ സെറിബ്രം ഇവിടെ ഒരു അപ്പർ വി ഫ്രം എബോ ആണ് ഇവിടെ കാണിച്ചിരിക്കുക. അതിൽ എന്തൊക്കെയുണ്ട്? സെറിബ്രം ഇസ് ഡിവൈഡ് ഇൻടു, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇതാണല്ലോ. എന്താണ് സെറിബ്രത്തിൻ്റെ അവിടെ വൈറ്റ് മാറ്ററിൻ്റെ സെറിബ്രമാണ്. അന്നേരം സെറിബ്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. Cerebrum is divided into left and right hemispheres by longitudinal fissure. ലോഞ്ചിറ്റ്യൂഡിനൽ ഫിഷർ ആണ് ഇത്. ഇപ്പോൾ ലെഫ്റ്റ് ഹെമിസ്ഫിയർ, റൈറ്റ് ഹെമിസ്ഫിയർ. The hemispheres are connected by a tract of nerve fibers called corpus callosum. Very very important. അതായത് അത് എവിടെ കാണുന്നത്? ഉള്ളിലായിട്ടാണ്. കോർപ്പസ് കലോസം എന്ന് പറയുന്നത് ലാർജസ്റ്റ് വൈറ്റ് മാറ്റർ സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ ആണ്. ചോദിക്കും. അത് ഞാൻ ഇന്ന് എടുക്കുന്നതിൽ പറയും അത് എവിടെയാണ് വരുന്നത്. അത് കമ്മീഷണൽ ഫൈബർ ആണ്. അതെല്ലാം അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു സെറിബ്രത്തിന്റെ പുറമേ എന്താ കാണുന്നത്? കോർട്ടക്സ് അല്ലേ, സെർബൽ കോർട്ടക്സ്. അതിൽ ഗ്രേ മാറ്റർ ആയിരിക്കും.
ഏറ്റവും പുറത്ത് ഗ്രേ മാറ്റർ ആയിരിക്കും, ഉള്ളിൽ എന്താണ് സെർബ്രൽ മെഡുല്ല, അതിൽ വൈറ്റ് മാറ്റർ ആയിരിക്കും. അപ്പോൾ ആ അകത്തുള്ള ആ വൈറ്റ് മാറ്റർ, പിന്നെ അകത്തുള്ള വൈറ്റ് മാറ്റർ സ്ട്രക്ചറാണ് ഏത് കോർപ്പസ് കലോസം. അപ്പോൾ കോർപ്പസ് കലോസം വൈറ്റ് മാറ്റർ, അപ്പോൾ ഏറ്റവും പുറമെ ഗ്രേ മാറ്റർ ആണല്ലോ. അപ്പോൾ അകത്തുള്ളത് കാണിക്കാൻ വേണ്ടി ഒരു സ്പ്ലിറ്റ് ബ്രെയിൻ ഷോയിങ് കോർപ്പസ് കലോസം കണ്ടോ, അത് കാണിക്കാൻ വേണ്ടി ഇതിങ്ങനെ അല്പം സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ്. മനസ്സിലായല്ലോ കോർപ്പസ്. അത് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഈ ട്രാക്ട്, അതിന് വൈറ്റ് മാറ്റർ ഫൈബേഴ്സ് പറയുമ്പോൾ പറയാം. അപ്പോൾ ഹെമിസ്ഫിയേഴ്സ് ആർ കണക്റ്റഡ് ബൈ എ ട്രാക്ട് ഓഫ് നെർവ് ഫൈബേഴ്സ് called corpus callosum. Each hemisphere is divided into 4 lobes by deep fissures called fissures. അപ്പോൾ ഇവിടെ വല്ല ഫിഷേഴ്സ് ഉണ്ട്, പ്രത്യേക ഫിഷേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫിഷേഴ്സ് കൊണ്ട് എന്താ അതിന് ഫ്രോണ്ടൽ ലോബ്, പരൈറ്റൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്, ഇങ്ങനെ ഓരോ ഹെമിസ്ഫിയറിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നോക്കി ഫ്രോണ്ടൽ ലോബ്, പിന്നെ എന്താ പരൈറ്റൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്. അപ്പോൾ അത് എങ്ങനെയാണ് ഡീപ്പ് ഗ്രൂവ്സ് കൊണ്ട് ഓരോ ഹെമിസ്ഫിയറിനെയും 4 ലോബായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുണ്ട്, ദ സർഫേസ് ഓഫ് ഈച്ച് ലോബ് ഡിവൈഡ് ഇൻടു എ നമ്പർ ഓഫ് ഇറഗുലർ ഫോൾഡ്സ്. കാരണം ഇറഗുലർ ആയിട്ടുള്ള ഇങ്ങനെ ഫോൾഡുകൾ എന്ത് പറയും, ഗൈറി, ആൻഡ് ബൈ ഷാലോ ഗ്രൂവ്സ് ഉണ്ട് സുൾസൈ. അപ്പോൾ നമുക്ക് ഇനി ഇതാണ് സെറിബ്രൽ കോർട്ടെക്സ് ഏറ്റവും പുറമേയുള്ളത്. ഇതാണ് അകത്തുള്ളത് എന്താണ്, ശരിക്കും വൈറ്റ് മാറ്റർ ആണ്. ഇത് ഇങ്ങനെയാണ്, ഇതാണ് ഇപ്പോൾ ഒരു ന്യൂറോണിന്റെ സെൽ ബോഡി ഇതല്ലേ. ഒന്നുകൂടെ കളർ കാണിക്കുന്നു അല്ലേ, ശരിക്കും ഇവിടെ ഇത്രയും ഭാഗം എന്താണ് സെൽ ബോഡിയാണ്. ഇങ്ങോട്ട് വരുന്ന ഇത്രയും ഭാഗം എന്താണ് ശരിക്കും ആക്സോൺ ആണ്. അപ്പൊ ഈ സെൽ ബോഡി കാണുന്ന ഭാഗമാണ് എന്താ ഗ്രേ മാറ്റർ. അപ്പൊ ഇങ്ങോട്ടുള്ള ആക്സോൺ എല്ലാം കാണുന്നത് ഇങ്ങോട്ടായിരിക്കും, ഈ ഏത് ഭാഗത്തായിരിക്കും, ഇവിടെ സെറിബ്രൽ മെഡുല്ലയിലായിരിക്കും. അപ്പൊ ഇത് സെറിബ്രൽ കോർട്ടെക്സ് ആണ് ഇത്രയും ഭാഗം. അപ്പൊ ഇത് സെറിബ്രൽ മെഡുല്ല ഭാഗത്താണ് എന്ത് കാണുന്നത്, ആക്സോൺ. അപ്പോൾ ഗ്രേ മാറ്റർ എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ കാണുന്ന അപ്പോൾ സെറിബ്രൽ കോർട്ടെക്സിൽ. അപ്പോൾ സെറിബ്രൽ മെഡുല്ലയിൽ എന്ത് കാണും, വൈറ്റ് മാറ്റർ. അപ്പോൾ ഇവിടുത്തെ വൈറ്റ് മാറ്ററിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ അപ്പോൾ ഇത് സെറിബ്രൽ കോർട്ടെക്സ്. സെറിബ്രൽ കോർട്ടെക്സിൽ എന്താ കാണുന്നത്, ഈ ന്യൂറോണിന്റെ സെൽ ബോഡി. അപ്പോൾ ഈ സെൽ ബോഡി എന്ന് പറയുന്നത് ഇതുപോലെ ധാരാളം സെൽ ബോഡി ഇവിടെ കാണും, സെൽ ബോഡിയുടെ കൂട്ടമാണ്. ദെൻ ഇതുപോലെ നെർവ് ഫൈബർ എന്ന് പറയുന്നത് ആക്സോണുകൾ ചേർന്നതാണ്. അപ്പോൾ വൈറ്റ് മാറ്ററിൽ എന്ത് കാണും, നമുക്ക് ആക്സോൺ കാണുമെന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, ആക്സോൺ തന്നെ നെർവ് ഫൈബർ എന്ന് പറയും. നെർവ് ഫൈബർ തന്നെയാണ് നെർവ് ട്രാക്ട് എന്നെല്ലാം പറയുന്നത്. ഇതെല്ലാം വിശദമായിട്ട് നമ്മളിന്ന് പഠിക്കും. മനസ്സിലായാലും മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ, ഇതെല്ലാം വൈറ്റ് മാറ്റർ ആൻഡ് ഗ്രേ മാറ്റർ, ഇതെല്ലാം മറ്റ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് വായിക്കാം. ദെൻ വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പാർട്ടാണ്. അവിടെ ഈ ഫൊറാമൻ ഓഫ് മോൺറോ എന്താണെന്ന് ചോദിക്കും, അക്യൂട്ട് സിവിയസ് എന്താണെന്ന് ചോദിക്കും. അതായത് ഈ പ്രത്യേക ഉണ്ടോ, അതുപോലെ ആന്റീരിയർ ഫോർവേഡ് വെർസസ് പോസ്റ്റീരിയർ ഫോർവേഡ്, എല്ലാം ഓരോന്നിൻ്റെ ഫങ്ഷനും എല്ലാം അതൊന്നും ഞാൻ പറയുന്നില്ല ഇന്നത്തെ കാര്യത്തിലേക്ക്. അതുപോലെ ലിംബിക് സിസ്റ്റം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ അവിടെ കാണിച്ചല്ലോ. ഇവിടെ നമ്മൾ ലിംബിക് സിസ്റ്റത്തിൽ ഏതെല്ലാം ഭാഗങ്ങളാണുള്ളത് ലിംബിക് സിസ്റ്റം. അപ്പോൾ അത് അവിടെ അനാറ്റമിക്കലി ഒരു പ്രോമനന്റ് കോമ്പോണൻസ് ഓഫ് ലിംബിക് സിസ്റ്റം. ഇപ്പോൾ സിംഗുലേറ്റ് ഗൈറസ് അതിവിടെ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഈ സാഹചര്യത്തിൽ സെക്ഷനിൽ. സിംഗുലേറ്റ് ഗൈറസ്, ഹിപ്പോ ക്യാമ്പസ് ഉണ്ട്, ഹിപ്പോ ക്യാമ്പസ് ഇവിടെ കൊടുക്കുന്നുണ്ടോ, ഹിപ്പോ ക്യാമ്പസ് ഉണ്ട്, അമഗ്ഡല്ല. അപ്പോൾ ഹിപ്പോ ക്യാമ്പസ്, പിന്നെ അമഗ്ഡല്ല, ഈ ഭാഗം അമഗ്ഡല്ല. പിന്നെ അതുകൂടാതെ എന്തുണ്ട്, മറ്റ് ചില അസോസിയേറ്റഡ് പാർട്ടുണ്ട്, ബേസൽ ഗാംഗ്ലിയ. ബേസൽ ഗാംഗ്ലിയ എന്താണെന്ന് പറയും, സെപ്റ്റൽ ന്യൂക്ലിയ, തലാമസ്, ഹൈപ്പോതലാമസ്, ഇതെല്ലാം ലിംബിക് സിസ്റ്റത്തിന്റെ പാർട്ടാണ്. ചിലപ്പോൾ 3-4 തന്നതിന് ശേഷം ഒന്ന് അത് ഇതിന്റെ പാർട്ട് അല്ലാത്തത്. അപ്പൊ ഇത് കാണാതെ മനസ്സിലാക്കിയിരിക്കുക. ഇതും ഞാൻ പറഞ്ഞല്ലോ, പാർട്ട് ഫസ്റ്റ് കാണുക. ഞാനിപ്പോൾ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ജസ്റ്റ് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി എന്നുള്ളത്.
ഫോർണിക്സ് നമ്മുടെ സിലബസിലുള്ള ഭാഗമാണ് ഫോർണിക്സ്. ഇറ്റ്സ് എ ലാർജ് കോമ്പാക്ട് ബണ്ടിൽ ഓഫ് നെർവ് ഫൈബേഴ്സ് connecting the hippocampus and the mammillary body. So there are two cornices, plural, one from each cerebral hemisphere, both of which are united for the body of cortex. Mammillary bodies എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോർപ്പസ് കലോസം അതും വായിച്ചിരിക്കുക, കണ്ടിരിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് white matter of cerebrum. White matter നമ്മൾ കണ്ടു, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത് നോക്കാം, ഇതൊരു സെക്ഷൻ ബ്രെയിനിൽ. വൈറ്റ് മാറ്റർ, why we need the white matter? ഇപ്പൊ സെറിബ്രം, അതിലെ ഡിഫറെന്റ് പാർട്ട്, പല ഭാഗങ്ങളുടെയും പ്രത്യേകത, ഇതെല്ലാം നമുക്ക് പല താഴ്ന്ന ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളൂ പല ഭാഗങ്ങളുണ്ട്. അപ്പൊ വൈറ്റ് മാറ്ററിനെ കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് മാറ്റർ, വൈ വി നീഡ് ദ വൈറ്റ് മാറ്റർ മനസ്സിലാക്കാം. അപ്പൊ വൈറ്റ് മാറ്റർ ഇതാണ്. അപ്പൊ വൈറ്റ് മാറ്ററിൽ എന്താ കാണുന്നത്? ഈ വൈറ്റ് മാറ്ററിൽ എന്താ കാണുന്നത്? ന്യൂറോണിന്റെ ആക്സോൺ ആണ്, അത് നെർവ് ഫൈബർ ആണ്. അപ്പൊ യു അണ്ടർസ്റ്റാൻഡ്, വി നീഡ് ടു കണക്ട് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ സെറിബ്രൽ ഹെമിസ്ഫിയർ. അപ്പൊ സെറിബ്രൽ ഹെമിസ്ഫിയറിലുള്ള പല ഭാഗങ്ങളിലെയും പരസ്പരം കണക്ട് ചെയ്യണം. പിന്നെ എന്താ, അപ്പോൾ ഒരു സെറിബ്രൽ ഹെമിസ്ഫിയറിലുള്ള പാർട്ടിനെ പരസ്പരം കണക്ട് ചെയ്യണം. ആൻഡ് വിത്ത് നൈബറിംഗ് ഹെമിസ്ഫിയർ, ഒരു നൈബറിംഗ് ഹെമിസ്ഫിയറുകൾ പരസ്പരം, ഇതൊരു ഹെമിസ്ഫിയർ മറ്റൊരു ഹെമിസ്ഫിയറുകൾ പരസ്പരം കണക്ട് ചെയ്യണം. അത് മതിയാവും. ആൻഡ് ആൾസോ വിത്ത് അതർ റീജിയൻസ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം. കണ്ടോ, ഇപ്പൊ സെൻട്രൽ നെർവസ്, ഇപ്പൊ കോർട്ടെക്സിലുള്ള കാര്യങ്ങൾ സ്പൈനൽ കോഡിലേക്ക് കടത്തി വിടണം. അതുപോലെ തിരിച്ച്, അല്ലെ, അഫറന്റ് നെർവില് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിലുണ്ട്, മനസ്സിലാക്കാം. അപ്പോൾ നെർവ് ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ട്രാക്ട് എന്ന് പറയുന്നതാണ് നെർവ് ഫൈബർ. ഈ നെർവ് ഫൈബർ എന്ന് പറയുന്നതാണ് എന്താണ്? ആക്സോൺ. അപ്പൊ ഒരു ന്യൂറോണുകളുടെ ആക്സോണുകൾ ചേർന്ന് നെർവ് ഫൈബർ ആകും. ആ നെർവ് ഫൈബർ ആണ് നെർവ് ട്രാക്ട്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോക്കാം. The gray matter contain mainly the cell bodies of neurons. White matter contain mainly myelinated nerve fibers. Myelin gives white in color. Myelinated fiber. അപ്പോൾ white matter white ആകാൻ കാരണം നമുക്കറിയാം, ആക്സോൺ മൈലിൻ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? അത് വൈറ്റ് ഇൻ കളറാണ്. അതുകൊണ്ടാണ്. അപ്പോൾ why we need the white matter? We have to connect different parts of the cerebral hemisphere within it and with the neighboring hemisphere, and also with the other regions of central nervous system. അപ്പോൾ അതാണ് അതിൻ്റെ ആവശ്യം. The nerve tract, the nerve fibers within the cerebrum, different parts of brain and also other parts of CNS. എന്ന് പറയുമ്പോൾ എന്താ, CNS എന്ന് പറഞ്ഞാൽ എന്തെല്ലാം? ബ്രെയിനും സ്പൈനൽ കോഡ്. അപ്പൊ അതർ പാർട്സ് ഓഫ് CNS എന്ന് പറയുമ്പോൾ ബ്രെയിനിൽ നിന്നും പിന്നെ എന്താ, സ്പൈനൽ കോഡിലേക്ക്. അതുപോലെ parts of CNS are connected by masses of nerve fibers, axon, or which makes the white matter of brain. Clearly, we can. ഇനി നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. വെരി ഇമ്പോർട്ടൻറ്റ്, നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഇത്രയും പഠിക്കുമ്പോൾ നമ്മുടെ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ 99% ഇതിൽ നിന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കാം. നോക്കാം, നെർവ് ഫൈബേഴ്സ്. നെർവ് ഫൈബേഴ്സ് എന്താണെന്ന് വീണ്ടും ഞാൻ പറയുന്നില്ല. വൈറ്റ് മാറ്ററിൽ കാണുന്നത് ന്യൂറോണിന്റെ ആക്സോണാണ്. ആക്സോണുകൾ നെർവ് ഫൈബർ ഉണ്ടാകുന്നത്. ആ നെർവ് ഫൈബർ തന്നെയാണ് നെർവ് ട്രാക്ട്. അപ്പൊ നെർവ് ഫൈബറിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്ന് പറയാം നെർവ് ട്രാക്ട്സിനെ 3 രീതിയിൽ പറയാം. എന്താ? അസോസിയേഷൻ ഫൈബർ അല്ലെങ്കിൽ അസോസിയേഷൻ ട്രാക്ട്, കമ്മിഷറൽ ഫൈബർ അല്ലെങ്കിൽ കമ്മിഷറൽ ട്രാക്ട്, പ്രൊജക്ഷൻ ഫൈബർ അല്ലെങ്കിൽ പ്രൊജക്ഷൻ ട്രാക്ട്. ഈ അസോസിയേഷൻ ഫൈബറിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇവിടെ നെർവ് ഫൈബേഴ്സ് വിച്ച് കണക്ട് ദ റീജിയൻസ് ഓഫ് ദ സെയിം സെറിബ്രൽ ഹെമിസ്ഫിയർ. ഞാനത് കാണിച്ചു പറഞ്ഞുതരാം. ഇതാണല്ലോ ആ സെക്ഷൻ കാണിച്ചിരിക്കുക. ഇതൊരു സെറിബ്രൽ ഹെമിസ്ഫിയർ. ഒന്നുകൂടെ, ഇത് മറ്റേ സെറിബ്രൽ ഹെമിസ്ഫിയർ. ഇത് ഫോൺസ്, ബ്രെയിൻ്റെ ഡിഫറെന്റ് പാർട്സ് നമ്മൾ കണ്ടല്ലോ. മെഡുല്ല,
പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ സ്പൈനൽ കോഡ്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ഗൈറ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഗൈറ, ഇതൊരു ഗൈറസ്, ഇത് മറ്റൊരു ഗൈറസ്. അപ്പൊ അല്ലെ, ഇതാ ഇവിടെ നോക്കാം, ഇതൊരു ഗൈറസ്, ഇത് മറ്റൊരു ഗൈറസ്, മറ്റൊരു ഗൈറസ്, മറ്റൊരു ഗൈറസ് അല്ലെ. അപ്പോൾ പിന്നെ ഇതിൽ പല ലോബുകൾ കാണുമല്ലോ, നമ്മൾ പഠിച്ചല്ലോ. പാരൈറ്റൽ ലോബ് എന്നും ഫ്രോണ്ടൽ ലോബ് എന്നും ഓക്സിപിറ്റൽ ലോബ് എന്നല്ല. അത് ഒരു സെറിബ്രൽ ഹെമിസ്ഫിയറിൽ മാത്രമല്ല, അതുപോലെ മറ്റേ സെറിബ്രൽ ഹെമിസ്ഫിയറിലും കാണുമല്ലേ. ഇതെല്ലാം ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. അപ്പോൾ അസോസിയേഷൻ ഫൈബറിന്റെ ഫംഗ്ഷൻ ഇതാണ്. Nerve fibers which connect the regions of the same cerebral hemisphere. അത് തന്നെ രണ്ട് രീതിയിലും. എന്തൊക്കെയാണെന്ന് അറിയുമോ? ഷോർട്ട് അസോസിയേഷൻ ഫൈബർ ആണ്, ലോങ് അസോസിയേഷൻ ഫൈബർ. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഒന്നുകൂടെ മനസ്സിലാക്കുക. നെർവ് ഫൈബേഴ്സ്, അസോസിയേഷൻ ഫൈബർ, കമ്മിഷറൽ ഫൈബർ, പ്രൊജക്ഷൻ ഫൈബർ. അസോസിയേഷൻ ഫൈബർ എന്താണ് ചെയ്യുന്നത്? ഒരു ഹെമിസ്ഫിയറിലെ തന്നെ നെർവ് ഫൈബേഴ്സ് വെച്ച് കണക്ട് ദ റീജിയൻസ് ഓഫ് ദ സെയിം സെർബിൾ. അത് രണ്ട് രീതിയിലുണ്ട്. അതെല്ലാം ഷോർട്ട് അസോസിയേഷൻ ഫൈബറും ലോങ് അസോസിയേഷൻ ഫൈബറും. ഇതാ നോക്കാം, ഇതാണ് ഷോർട്ട് അസോസിയേഷൻ ഫൈബറിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് വെരി ഇമ്പോർട്ടൻറ്റ് ആർക്വേറ്റ്, ARCUAT, ആർക്വേറ്റ്. ഇതാ ഈ ആർക്വേറ്റ് ചെയ്യുന്നത് ഒരു, അത് ഷോർട്ടാണ്. ഷോർട്ട് പേര് കേൾക്കുന്ന പോലെ ഷോർട്ട്, സ്മോൾ, നോട്ട് ലെങ്തി. സോ this short association by, you see, that will connect the adjacent gyri. ഒരു ഹെമിസ്ഫിയറിലെ തന്നെ ഡിഫറെന്റ് പാർട്സിനെ കണക്ട് ചെയ്യുന്നതാണ് അസോസിയേഷൻ ഫൈബർ എന്ന് പറഞ്ഞു. ഇതാ ഒരു ഹെമിസ്ഫിയറിലെ ഡിഫറെന്റ് ഗൈറയാണ്. വൺ ഗൈറസ്, അനദർ ഗൈറസ്, അനദർ ഗൈറസ്, yet another one, like that. So this gyrus and this gyrus, it is connected by what? ഇവിടെ നോക്കിയേ, this gyrus, this one, this gyrus and this gyrus, it is connected by association fiber. അസോസിയേഷൻ ഫൈബറിൽ ഏത് അസോസിയേഷൻ ഫൈബർ ആയിരിക്കും ഇത്? പറഞ്ഞേ, ദറ്റ് ഈസ് ഷോർട്ട് അസോസിയേഷൻ ഫൈബർ. ഓക്കെ, ഇനി അപ്പോൾ ഷോർട്ട് അസോസിയേഷൻ ഫൈബറിന് ഉദാഹരണമാണ് ദ ആർക്വേറ്റ് ഫൈബർ. ആർക്വേറ്റ് ഫൈബർ ഈസ് അസോസിയേഷൻ ഫൈബർ, ദറ്റ് ഈസ് ഷോർട്ട് അസോസിയേഷൻ ഫൈബർ. ഇനി ലോങ് അസോസിയേഷൻ ഫൈബർ എന്ന് പറയുമ്പോൾ അത് ഞാനിവിടെ ലോങ് ആയിട്ടുള്ളത് കാണിച്ചിട്ടില്ല, എന്നാൽ ഞാൻ പറഞ്ഞുതരാം. എന്താ? it will connect different lobes of the hemisphere to each other. അതും ഒരേ ഹെമിസ്ഫിയറിലുള്ളതാണ്, മനസ്സിലാക്കുക. ഇവിടെ ഇപ്പൊ പരൈറ്റൽ ലോബ് കാണും, പിന്നെ എന്താണ്, ഓക്സിപിറ്റൽ ലോബ് കാണും, ഫ്രോണ്ടൽ ലോബ് കാണും. അപ്പൊ ഓക്സിപിറ്റൽ ലോബ് ഓഫ് ദിസ് ഹെമിസ്ഫിയർ, സപ്പോസ് the occipital lobe of this hemisphere ഫ്രോണ്ടൽ ലോബുമായിട്ട് ചേർന്നിരിക്കട്ടെ. അതിന് അല്പം കൂടെ ദൂരം, ഗൈറ പോലെ അടുത്തല്ല, അപ്പൊ ഇച്ചിരി വലുതാണ്. അത് അസോസിയേഷൻ ഫൈബർ ആണ്. കാര്യം എന്താ? ഒരേ ഹെമിസ്ഫിയറിലുള്ള ഡിഫറെന്റ് പാർട്സ് ആണ് പരസ്പരം കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഷോർട്ട് അസോസിയേഷൻ ഫൈബർ. അപ്പൊ അത് നോക്കാം. ലോങ് അസോസിയേഷൻ. അപ്പൊ ലോങ് അസോസിയേഷൻ ഫൈബർ എന്താണ് നോക്കാം. കണക്ട്സ്. അപ്പൊ ലോങ് അസോസിയേഷൻ ഫൈബർ ഓർ ലോങ് അസോസിയേഷൻ ട്രാക്ട് എന്ന് പറയാം. കണക്ട്സ് ഡിഫറെന്റ് ലോബ്സ് ഓഫ് എ ഹെമിസ്ഫിയർ ടു ഈച്ച് അതർ. ഉണ്ടോ? ഡിഫറെന്റ് ലോബ്സ് ഓഫ് ഹെമിസ്ഫിയർ, ഇതെല്ലാം ചോദിക്കാം. ഇതിന് ഉദാഹരണങ്ങൾ കാണാതെ മനസ്സിലാക്കി വെച്ചിരിക്കുക. ചിലപ്പോൾ 2-3 തന്നിട്ട് ഇത് ലോങ് അസോസിയേഷൻ ഫൈബർ ആണോ ഷോർട്ട് ആണോ ഇതൊക്കെ ചോദിക്കും. ഇത് സിംഗുലം, അൺസിനേറ്റ് ഫാസിക്കുലസ്, സുപ്പീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ ഫാസിക്കുലസ്, ഇൻഫീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ ഫാസിക്കുലസ്, ഫ്രോണ്ടോ ഓക്സിപിറ്റൽ ബണ്ടിൽ, ഇങ്ങനെയെല്ലാം ചോദിക്കാം. അപ്പൊ ഇതെല്ലാം ഓരോന്നും ഇതിൽ ചോദിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇതിൽ ചിലത് ഈ പറഞ്ഞ ഇതെല്ലാം എന്താണ്? ലോങ് അസോസിയേഷൻ ഫൈബർ ആണ്, പരസ്പരം ഡിഫറെന്റ് ലോബ്സിനെ കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിൽ ചിലത് ഫ്രോണ്ടൽ ലോബിനെ ടെമ്പറൽ ലോബുമായിട്ട് കണക്ട് ചെയ്യും, ചിലത് ടെമ്പറൽ ലോബിനെ ഓക്സിപിറ്റൽ ലോബുമായിട്ട് കണക്ട് ചെയ്യും. ബട്ട് ദാറ്റ് ഈസ് ഇൻ ദ സെയിം ഹെമിസ്ഫിയർ. അല്ലാതെ ഒരു ഹെമിസ്ഫിയറിലുള്ള ടെമ്പറൽ ലോബിനെ മറ്റൊരു ഹെമിസ്ഫിയറിലെ പിന്നെ പരൈറ്റൽ ലോബുമായിട്ടോ ഒന്നും അല്ല. മനസ്സിലാക്കി. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. അപ്പൊ അസോസിയേഷൻ ഫൈബർ എന്ത് ചെയ്യും? നെർവ് ഫൈബേഴ്സ് വെച്ച് കണക്ട് ദ റീജിയൻസ് ഓഫ് ദ സെയിം സെർബൽ ഹെമിസ്ഫിയർ. ദെൻ അത് രണ്ട് രീതിയിലാണ്, ഷോർട്ട് അസോസിയേഷൻ ഫൈബറും ലോങ് അസോസിയേഷൻ ഫൈബറും. ഷോർട്ട് അസോസിയേഷൻ ഫൈബറിന് ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് ആർക്വേറ്റ് ഫൈബർ. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് വിൽ കണക്ട് ഡിഫറെന്റ് ഗൈറൈ വിത്തിന്റെ സിംഗിൾ ലോബ്. അതുപോലെ ലോങ് അസോസിയേഷൻ ഫൈബർ ഞാൻ പറഞ്ഞു, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് അതിന് ഉദാഹരണം ഇതൊക്കെ. ഇനി അടുത്ത കമ്മിഷറൽ ഫൈബർ നോക്കാം. കമ്മിഷറൽ ഫൈബർ, ഈ കമ്മിഷറൽ ഫൈബർ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? കണക്ട് ദ ടു ഹെമിസ്ഫിയേഴ്സ്. അപ്പൊ ഇവിടെ
ഇതൊരു ഹെമിസ്ഫിയർ, ഇത് മറ്റൊരു ഹെമിസ്ഫിയർ. ഈ രണ്ട് ഹെമിസ്ഫിയറുകളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് എന്താ കമ്മിഷറൽ ഫൈബർ. അതിൽ ഏറ്റവും പ്രധാനവും ഏറ്റവും ലാർജസ്റ്റുമായിട്ടുള്ളതാണ് എന്താണ് കോർപ്പസ് കലോസം. ഞാൻ നേരത്തെ സ്പ്ലിറ്റ് ബ്രെയിനിങ്ങിന് കാണിച്ചപ്പോൾ പറഞ്ഞു സ്പ്ലിറ്റ് ബ്രെയിൻ. അപ്പൊ അത് ഞാൻ കാണിക്കും. ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്. കാര്യം സെർബ്രൽ കോർട്ടക്സിലല്ല കാണുന്നത്, പുറത്തല്ല, അകത്താണ്. കേട്ടല്ലോ, അകത്ത് എവിടെയാണ് വൈറ്റ് മാറ്റർ. അപ്പോൾ ഈ സെർബ്രൽ കോർപ്പസ് കലോസത്തിന് ചില പ്രത്യേകതകളുണ്ട്. ആർജസ്റ്റ് വൈറ്റ് മാറ്റർ പിന്നെ സ്ട്രക്ചറാണ് ബ്രെയിനിലെ. പിന്നെ അത് ഇപ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലായത് കമ്മിഷറൽ ഫൈബറിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. ഓക്കെ, പ്രൊജക്ഷൻ ഫൈബർ. അടുത്താണ് പ്രൊജക്ഷൻ ഫൈബർ. അതായത് പ്രൊജക്ഷൻ ഫൈബർ ആണ്. പ്രൊജക്ഷൻ ഫൈബർ ഇങ്ങനെ ഡയഗ്രമാറ്റായിട്ട് കാണിച്ചിരിക്കുകയാണ്. ഇതൊക്കെ മൈന്യൂട്ടായിട്ട് പറയുമ്പോൾ അതിലുള്ള പ്രത്യേക ചില ഭാഗങ്ങളുമായിട്ടൊക്കെ എല്ലാം കണക്ട് ചെയ്യുന്ന നമുക്ക് പറയും. അതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ടെസ്റ്റ് വേണ്ട. അപ്പോൾ ദിസ് വിൽ കണക്ട് സെറിബ്രൽ കോർട്ടക്സ് വിത്ത് ഗ്രേ മാറ്റർ ഓഫ് ദ ലോവർ പാർട്സ് ഓഫ് ബ്രെയിൻ. ഇത് അവിടെ നോക്കാം, ഇത് സെറിബ്രൽ കോർട്ടക്സ് ആണ്. അപ്പൊ സെറിബ്രൽ കോർട്ടക്സിലെ ചില പാർട്ട് എവിടെയായിട്ട് നോക്കാം, ലോവർ പാർട്സ് ഓഫ് ബ്രെയിൻ ആണ്. ബ്രെയിനിന്റെ ലോവർ പാർട്ട് ഇതാണ്. അപ്പൊ ലോവർ പാർട്ട് ഓഫ് ദ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യണം. ഇനി അത് മാത്രം മതിയോ? they may connect. അപ്പോൾ അവിടെ പിന്നെ ആൻഡ് സ്പൈനൽ കോഡ്. ഒന്നും കൂടെ പ്രൊജക്ഷൻ ഫൈബർ എന്തായിരുന്നത്? ഇപ്പോൾ സെറിബ്രൽ കോർട്ടക്സിന്റെ ഇവിടെ സെറിബ്രൽ കോർട്ടക്സ് ശരിക്കും ലോവർ പാർട്ട് ഓഫ് ബ്രെയിൻ, ഇതാ ലോവർ പാർട്ട് ഓഫ് ബ്രെയിനിലോട്ടൊക്കെ വരും. അത് ഇവിടെ ഇങ്ങനെ നേരെ കാണിക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം വരും, അങ്ങോട്ടെല്ലാം വരും. അപ്പൊ ലോവർ പാർട്ടിലോട്ട് വരാം. പിന്നെ എന്താ ടു സ്പൈനൽ കോഡ് പ്രൊജക്ഷൻ ഫൈബർ ഓർത്തിരിക്കുക. ഇനി പ്രൊജക്ഷൻ ഫൈബറിൽ സെൻസറി ആൻഡ് മോട്ടോർ നെർവുകളുണ്ട്. ഇത് ഏതെങ്കിലും തന്നിട്ട് ചോദിക്കും. സെൻസറി ആൻഡ് മോട്ടോർ നെർവ് എല്ലാം വന്ന പ്രൊജക്ഷൻ ഫൈബറിലാണ്. ഇതിന് വരുന്ന ഉദാഹരണങ്ങളും കാണുന്നത് മനസ്സിലാക്കുക. ഇന്റേണൽ ക്യാപ്സ്യൂൾ, കോർട്ടിക്കോ സ്പൈനൽ ഓർ പിരമിഡൽ ട്രാക്ട്, ഇതെല്ലാം ഇതിന് ഉദാഹരണമാണ്. അപ്പൊ കോർപ്പസ് കലോസം എന്ന് കേട്ടാൽ എന്താണ്? കമ്മിഷറൽ ഫൈബർ. ആർക്വേറ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണ്? അസോസിയേഷൻ ഫൈബർ. സിംഗുലം എന്ന് പറഞ്ഞാൽ എന്താണ്? അതും അസോസിയേഷൻ ഫൈബറാണ്, ലോങ് അസോസിയേഷൻ ഫൈബർ. ഇതെല്ലാം ഇങ്ങനെ ലോങ് ടേം മെമ്മറിയിലാക്കി വെക്കുക. ഇനി ഞാൻ ഇവിടെ ഉദാഹരണം പറഞ്ഞല്ലോ. നെർവ് ട്രാക്ട് എന്താണെന്ന് മനസ്സിലാക്കാം. നെർവ് ട്രാക്ട് ഞാൻ ഫൈബർ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചില ക്വസ്റ്റ്യൻസ്. Which of the following statements is correct? A. Occipital lobe of brain is responsible for processing visual information. ഇത് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇന്നത്തേതുമായിട്ട് ബന്ധപ്പെട്ട് നാലാമത്തെ. Fiber tracts that connect the cerebral lobe to another within the same hemisphere are known as. മനസ്സിലാക്കണം. Fiber tract that connects one cerebral lobe to another within the same hemisphere. Association fiber, projection fiber, commissural fiber, none. ഏതാണ്? Connect one cerebral lobe to another within the same hemisphere. എന്താണ് നമ്മളിപ്പോ പറഞ്ഞതാണല്ലോ, അസോസിയേഷൻ ഫൈബർ അല്ലെ? കണക്ട് one cerebral lobe to another. അതുപോലെ ഗൈറൈ പരസ്പരം കണക്ട് ചെയ്യുന്നതും അത് തന്നെയാണ്. അതെല്ലാം അസോസിയേഷൻ ഫൈബറാണ്. കോളംസ് ഓഫ് വൈറ്റ് മാറ്റർ ഇൻ ദ സ്പൈനൽ കോഡ് ആർ കാൾഡ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, കാണുന്നത് മനസ്സിലാക്കിയിരിക്കുക. അത് ഫ്യൂനിക്കുലയാണ്. Then the tracts of nerves in the cerebrum consists of all of the following except tract. ഇൻസുലാർ ഫൈബർ നമ്മളിവിടെ പറഞ്ഞില്ലല്ലോ. അസോസിയേഷൻ ഫൈബർ, കമ്മിഷറൽ ഫൈബർ, പ്രൊജക്ഷൻ ഫൈബർ. ഇവിടെ എക്സെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുക, മറക്കരുത്. അതെല്ലാം ഓർത്തോളൂ. ട്രാക്സ് ഓഫ് നെർവ് ഫൈബേഴ്സ് ഇൻ ദ സെറിബ്രം കൺസിസ്റ്റ് ഓഫ് all of the following. ഏതാ? ഇത് അസോസിയേഷൻ ഫൈബറിന്റെ ട്രാക്ട് ആണ്, കമ്മിഷറൽ ഫൈബർ ട്രാക്ട് ആണ്, പ്രൊജക്ഷൻ ഫൈബർ ട്രാക്ട് ആണ്. ഇൻസുലാർ ഫൈബർ അല്ല. അപ്പൊ അത് എക്സെപ്റ്റ് ചോദിക്കുന്നത്. അപ്പൊ ഇൻസുലാർ. Which of the following are located within the white matter of cerebrum? The basal ganglia, cingulum,
suprachiasmatic nucleus all there. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ആലോചിച്ച് മനസ്സിലാക്കി പറഞ്ഞ് ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലൊക്കേറ്റഡ് വിത്തിൻ ദ വൈറ്റ് മാറ്റർ ഓഫ് സെറിബ്രം. അത് ഞാൻ അതായത് ഈ നമുക്ക് വൈറ്റ് മാറ്റർ കാണുന്ന ഭാഗത്ത് സാധാരണ ഗ്രേ മാറ്റർ കാണത്തില്ല അല്ലേ? പക്ഷെ ബേസൽ ഗാംഗ്ലിയ ഓർ ബേസൽ ന്യൂക്ലിയ എന്ന് പറയും. ആ ലാർജ് മാസസ് ഓഫ് ഗ്രേ മാറ്റർ പ്രസന്റ് വിത്തിൻ ദ വൈറ്റ് മാറ്റർ ഓഫ് ബ്രെയിൻ. വൈറ്റ് മാറ്റർ ഓഫ് ബ്രെയിനിൽ കാണുന്ന ചില ലാർജ് മാസ് ഓഫ് ഗ്രേ മാറ്റർ, അതാണ് ഇതെല്ലാം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇവിടെ ആൻസർ ബേസൽ ഗാംഗ്ലിയ ആണ്. ഈ സൂപ്രാചയാസ്മാറ്റിക് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? Suprachiasmatic nucleus is in the hypothalamus directly above the optic chiasma. Optic chiasma പറയാമല്ലോ, optic chiasma and directly above the optic chiasma. It is known as circadian pacemaker in mammals എന്നറിയപ്പെടും. അത് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ then commissural fibers of brain include all of the following except ഏതാണ്? corpus callosum, cingulum, anterior commissure, posterior commissure. ഇവിടെ നമുക്ക് അതിന്റെ ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ നോക്കിയാൽ അറിയാം എന്താണ് ശരിക്കും. commissural fiber of the brain include all of the following except എന്താ cingulum. cingulum എന്താണെന്ന് അറിയാം. association fibers include all of the following except എന്താ corpus callosum. ബാക്കിയുള്ളത് എല്ലാം എന്താ superior longitudinal fasciculus, inferior longitudinal fasciculus, singular. അതൊക്കെ ഏതിൽ വരും നോക്കി ഉണ്ടോ? എല്ലാം ഇവിടെ സിംഗുലർ, പിന്നെ ഇൻഫീരിയർ ലോഞ്ചിറ്റുഡൽ, ഇതെല്ലാം ഇവിടെ ലോങ് അസോസിയേഷൻ ഫൈബറിൽ വരുന്നതാണ്. ഇൻഫീരിയർ ലോഞ്ചിറ്റുഡൽ ഇതെല്ലാം ഇതെല്ലാം വ്യക്തമായിട്ട് ഒന്നുകൂടെ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, if you like this video, please like, subscribe and share. Thank you.